Salt and pepper. Bum 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 bum. സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ NH47 തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വഴി കേരളത്തിൻ്റെ വടക്കോട്ടേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പാലത്തിലാണ് ഞാനിപ്പോൾ. നീണ്ടകര പാലം. ഇവിടെ ഒരു വലിയ ഹാർബറുണ്ട്. ഒരുപാട് മത്സ്യസമ്പത്തിൻ്റെ ഒരു ഏരിയയാണ് ഈ നീണ്ടകര എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയുടെ, കൊല്ലം സിറ്റിയുടെ അതിർത്തിയാണ്. ഇനിയും കിടക്കാണ് കൊല്ലം ജില്ല അങ്ങോട്ട് വടക്കോട്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്നിവിടെ ആരംഭിക്കാം. നമ്മളിന്ന് പോകുന്നത് ചവറയിലോട്ടാണ്. അവിടെ ഒരു അത്ഭുതമുണ്ട്. എന്തായാലും ചവറയിലേക്കുള്ള യാത്ര നമ്മളിവിടെ തുടങ്ങുക നീണ്ടകര പാലത്തിൽ. അങ്ങനെ നമ്മൾ നീണ്ടകരയിലെത്തി. ഇതാണ് ബദേൽ വീട്ടിൽ സുപ്രിയാൻ ചേട്ടൻ. ചേട്ടൻ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ആളൊരു കിടിലനാണ്. ഈ കായൽക്കരയിൽ 20 വർഷമായി മത്സ്യകൃഷി ചെയ്ത് അല്ലേ? അതെ അതെ. എന്താണ് ചേട്ടാ എന്തിൻ്റെ വിശേഷങ്ങൾ? വിശേഷങ്ങൾ കൃഷിയോട് എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. എന്നുവെച്ചാൽ മീനെ തീറ്റ കൊടുക്കും. മീൻ വളർന്നു വരുമ്പോൾ മറ്റുള്ള കർഷകർക്ക് ഇത് പകർന്നു കൊടുക്കുക. നമ്മളെ കാലം കഴിയുമ്പോൾ അടുത്ത തലമുറ കൃഷിയിലേക്ക് ഇറക്കണം. ഇതാണ് നമുക്ക് വലിയ കോടീശനാവണമെന്നോ വലിയ സമ്പന്നാണ് ആഗ്രഹമില്ല. പിന്നെ ദൈവം ആക്കുന്നെങ്കിൽ കോടീശന സമ്പന്നാകട്ടെ, സമ്പന്നാകട്ടെ. എന്തായാലും ഈ കായലിലെ മീനാണോ ഇത് കൂടുതലും? കായലിലെ മീൻ. എന്തൊക്കെ തരം മീനുകളായിട്ടാ ഇവിടെ? കരിമീൻ, പൂമീൻ, സിലോപ്പിയ, കണമ്പ്, ചെമ്പല്ലി, അഴുക. ഓക്കെ, ഇത്രയും മീനുകൾ ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ഈ കൂട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഈ ഒരുപാട് കൂടും വലയൊക്കെ കെട്ടിയിട്ട് കായലിനെ നടത്തി ഈ വീട് കെട്ടിയിട്ടിരിക്കുന്ന പോലെ കുറെ കൂടെ കെട്ടിയിട്ടുണ്ട്. ഇതിനകത്താണ് ഈ മീനൊക്കെ കിടക്കുന്നത്. അതെ അതെ. ഇത് വല പിടിച്ച് പോകില്ലേ? ഇല്ല, വല പിടിച്ച് പോകില്ല. പിന്നെ എലിയുടെ ശല്യമുണ്ട്. എലി വന്ന് ഇയാളെ സന്ധ്യ ആയി കഴിഞ്ഞാൽ അവരുടെ ഭരണമാണ് പിന്നെ അവിടെ. ഓ അത് ശരി. നല്ല ശ്രദ്ധ വേണ്ട ഒരു ഇതാണ് ഈ മത്സ്യകൃഷി. പക്ഷെ അതുപോലെ തന്നെ ലാഭകരമാണ് അല്ലേ? വലിയ മീനൊക്കെ ആവൂലേ? വലിയ മീനാകും. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കാണണ്ടേ? ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ മീൻ പിടിച്ച് ഇന്നത്തെ പാചകം നമ്മൾ ഈ മീനെ പിടിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരാ ചേട്ടാ നമ്മൾ വെക്കുന്ന? ചേട്ടൻ അനിയനാണല്ലേ? പുള്ളിയുടെ പേര് രാജു. അപ്പോൾ രാജു ചേട്ടനാണ് നമുക്ക് ഇവിടുന്ന് പിടിച്ചു തരുന്ന മീനെ കറി വെച്ചും ഫ്രൈയും ഒക്കെ എന്തൊക്കെയോ പരിപാടികൾ ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഒന്ന് കാഴ്ചകളെ കണ്ടിട്ട് വരാം. ഓക്കെ ചേട്ടാ. അപ്പോൾ താങ്ക് യു. രാജു ചേട്ടാ നമസ്കാരം. എന്താണിത്? ഇവിടുന്ന് പിടിച്ച മീനുകളൊക്കെ ഇങ്ങനെ നിരന്ന് വെട്ടി വൃത്തിയാക്കി മേശപ്പുറത്ത് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഇന്നിപ്പോ മീൻ കൊണ്ടൊരു കൊണ്ടാട്ടമാണ്. എന്തൊക്കെ തരം മീനുകളാണ്? ഇത് കരിമീൻ, സിലോപ്പിയ, അമൂർ എന്ന് പറയുന്ന അഴുക. അമൂർ, അഴുകയ്ക്ക് അമൂർ എന്നാണ് പറയുന്നത്. അത് ശരി. പിന്നെ ഓവി, ചെമ്മീൻ. ഇത് കടലിൽ നിന്ന് അത് കായലില്ല. അത് ഞങ്ങൾ വളർത്തുന്ന. പിന്നെ ഞണ്ട് ഞങ്ങൾ വളർത്തുന്ന. ആദ്യം നമ്മൾ എന്ന് പറഞ്ഞാൽ ഞണ്ട് ഫ്രൈ ചെയ്യാൻ പോയാ. ഞണ്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. ഞണ്ട് കറി വെച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞണ്ട് ഫ്രൈ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഞണ്ട് ആദ്യമായിട്ട് ഒന്ന് വേവണം. വെന്തിട്ടാണ് അത് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പൊ തുടങ്ങാം. വേവിച്ചെടുക്കണം ആദ്യം. അത് ഞണ്ട് വേവിക്കും. ഇത് വെള്ളം ഒഴിക്കും ആദ്യം. എന്നിട്ട് ശകലം മഞ്ഞപ്പൊടി ഇടും വേവുന്നതിന് മുമ്പിന്. നമ്മൾ ആദ്യം ഞണ്ടിനെ മഞ്ഞപ്പൊടിയിലേക്ക് വെച്ചു, വെള്ളം ഒഴിച്ചു, മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് സവാള ഉള്ളിയും പിന്നെ ഇഞ്ചി ഇടും. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി. പിന്നെ നമ്മൾ ആദ്യം എന്താ പറയുക, ഈ ഞണ്ടിനെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പേ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഞണ്ട് ഇട്ടു, അതിനുശേഷം വെള്ളം ഒഴിച്ചു, പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി അല്ലേ? ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് വരണം. പെട്ടെന്ന് വേവുമല്ലോ. ഈസി ആയിട്ട് എളുപ്പം വെന്ത് വരുന്ന ഒരു ഇതാണ്. അല്ല, സാധാരണ ഞണ്ട് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റുള്ളൊരു ഫിഷാണ് ഈ ഞണ്ടെന്ന് പറയുന്നത്. പക്ഷേ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് പലരും കഴിക്കാത്തത് അല്ലേ? ഈ ഞണ്ടാണ് കൂടുതലും കഴിക്കേണ്ട മനുഷ്യൻ. കാര്യം ഭയങ്കര കാൽസ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ല ഉറപ്പ്. കൊച്ചു പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല ഞണ്ട് സൂപ്പർ സാധനമാണ് ഞണ്ട്. ഈ ഞണ്ടിന് അല്ല കൂടുതൽ ടേസ്റ്റ് വരാൻ പോകുന്നത്. കൂടുതലും ഞണ്ടിനല്ല ടേസ്റ്റ് വരുന്നത്, ഇതിന്റെ ഗ്രേവിനാണ് കൂടുതൽ. ഗ്രേവിക്കുണ്ട്, ആ സത്യം. അതിന്റെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്. പെട്ടെന്നൊന്ന് വെന്ത് വരട്ടെ.
വേറെ അടുത്ത വെന്ത് വരുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഒരു പരിപാടി നമുക്ക് ഓക്കെ. അപ്പോൾ ഇന്നലെ ഫ്രൈ അതെന്തായാലും വെന്ത് വരുമ്പോഴത്തേക്കും ഫ്രൈക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിലിപ്പം ഫ്രൈ പാൻ വെച്ചു, നീ വെളിച്ചെണ്ണ ഒഴിക്കും. തീർച്ചയായും. നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. തേങ്ങയൊക്കെ അഴിച്ച് എന്താ അരച്ച് ഞണ്ട് കറി വെക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ അമ്മമാർ തേങ്ങ അരച്ച കറി വെക്കും. ഇപ്പം ആ കറികളൊന്നും ഇല്ല. ഇപ്പം അങ്ങനെ അരപ്പൊന്നും ഇല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ റിയാലിറ്റി ഷോ പോലെ മിക്സിയിൽ വെച്ച് അടിച്ച് ടി വി കാണാൻ പോകുന്നതുകൊണ്ട് അവർ എളുപ്പം ധൃതി തന്നെ കല്ലരപ്പില്ലല്ലോ. കല്ലരച്ച് കൂട്ടിയാൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും അറിയാം. തേങ്ങ ഈ ഞണ്ട് കറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ തേങ്ങയൊക്കെ അരച്ചിട്ട് കഴിഞ്ഞാൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ. ചോറിന് നല്ല രുചിയാണ്. ഈ ഗ്രേവിന് രുചി പോലെ ഇപ്പം അതുപോലെ തേങ്ങാക്കറിക്ക് രുചിയില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ പാചകം ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ നിന്ന് വരുന്ന ഗ്രേവിന് വ്യത്യാസം എടുത്തിയെടുക്കുന്നു. മറ്റേത് കറിക്കായിരുന്നു ടേസ്റ്റ്. ഇപ്പൊ ഗ്രേവിക്കാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പം ഞണ്ടിനല്ല ഗ്രേവിക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം തിളച്ച് നമ്മൾ വെന്ത് കാണും കേട്ടോ. അതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം നല്ല വെന്ത് വരും. വെള്ളം പറ്റി വരുന്നുണ്ട്. അന്നേരം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിന് ഇങ്ങോട്ടിട്ട് പൊരിക്കുകയാണോ തന്നെ? ഇനി അടുത്തത് ഇതിനകത്ത് ഇപ്പം മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെ ചേർക്കും. കടുക് ഇടുക ആദ്യം. നമ്മുടെ ഞണ്ട് ഏകദേശം വെന്ത് തുടങ്ങി. ഞണ്ട് വെന്ത് ഉടനെ തീരും. ഞണ്ട് വെന്ത് ഞണ്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞണ്ട് നിർത്തി വെക്കാം. അതെ, അല്ലെങ്കിൽ അത് കൂടുതൽ വെന്ത് ടേസ്റ്റ് അല്ലാണ്ട് ഇല്ലാണ്ടായി പോകും. ടേസ്റ്റ് കുറയും. അപ്പോൾ നമ്മുടെ ഈ എണ്ണയാണ് ഇപ്പം നമ്മൾ ഇനി എണ്ണ അടുത്തത് കടുകിട്ട് പൊട്ടി. ഇഞ്ചിയും സവാള ഉള്ളിയും കൂടെ ചതച്ചത് നമ്മളിടും. ശരി, ആയിക്കോട്ടെ. ഇഞ്ചിയും സവാള ഉള്ളി വെളുത്തുള്ളി വീണ്ടും ഇട്ടു എണ്ണ മൂപ്പിക്കുന്നത്. വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ. സവാള എത്ര അധികം കൂടിയാലും മധുരം അതുകൊണ്ട് ഒരു കണക്കിനോടാവുള്ളൂ. അപ്പം 4 ഞണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. 4 ഞണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇത്രയും സവാളയുടെ ആവശ്യമുണ്ട്. ഇത്ര ഉണ്ട്. കാരണം അപ്പം ഒരു ടേസ്റ്റ് ഉണ്ട്. കൂടിപ്പോയാലും മധുരമായിപ്പോൾ എന്ന് പറഞ്ഞാൽ മധുരം കുറയ്ക്കും. ഇതിനകത്ത് മധുരം കൂടുമ്പോൾ ഉള്ളി വെന്ത് മൂത്ത് കഴിഞ്ഞാൽ മധുരം കുറയും. അല്ല, ഉള്ളി ഇതുപോലെ പച്ചക്കായി കഴിഞ്ഞാൽ മധുരം കൂടുതലായിരിക്കും. നമ്മുടെ ഞണ്ട് ഏകദേശം വെന്തു. ഇനി കരിവേപ്പില ഇടും. നമ്മളെ തന്നെ കരിവേപ്പില നട്ട് വളർത്താമെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മണം കണ്ടില്ലേ കരിവേപ്പില? സത്യം, ആ ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ അടിക്കുന്നുണ്ട്. എന്തായാലും ഈ ഞണ്ട് കറി പൊളിക്കും. ഞണ്ടിനൊരു പരിപാടിയുണ്ട്. മല്ലിപ്പൊടി ചേർക്കത്തില്ല. അത് തെറ്റിയേട്ടാ. മല്ലിപ്പൊടി ചേർത്താൽ കാറും കറിക്കൊരു കയ്പ് പോലെ വരും. ഓക്കെ, അപ്പോൾ മല്ലിപ്പൊടി ചേർക്കരുത്. ഞണ്ട് കറി വെക്കുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കണം. ഏകദേശം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണ്ട് മുളക് പൊടി ഒന്ന് തട്ടിക്കൊടുക്കാം. മുളക് പൊടി ഇടും. മുളക് പൊടി ആവശ്യത്തിനിടാം അല്ലേ? മുളക് പൊടി അധികം കൂടി പോകാനും പാടില്ല. എരി വന്നാലും അതിന്റെ ടേസ്റ്റ് പോകും. എന്തായാലും ആ ഞണ്ടിന്റെ കറക്റ്റ് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആവശ്യത്തിന് കുറച്ച് മസാലപ്പൊടി. ശരിക്കും ഈ പൊടികൾ ചേർക്കുന്നതിന്റെ ഒരു കണക്കാണ് ഈ രുചിയുടെ അതിനൊരു കണക്കുണ്ട്. ആ കണക്കും പ്രകാരം ഇടാളല്ല. അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് ആ രുചിയുടെ ഒരു ഇത് വരുന്നത്. ഈ ശകലം കുരുമുളക് പൊടി ഇടും. ഈ പൊടികൾ ചേർക്കുന്നതിലാണ് ആ രുചിയുടെ ഒരു കറക്റ്റ് അളവ് ഇരിക്കുന്നത്. അതിനകത്താണ് മണം വരുന്നത്, രുചി വരുന്നത്. ഏകദേശം നല്ല ചുവന്ന ഏകദേശം ഒരു ശകല ഉപ്പ്. ഈ ഞണ്ടിന് ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർക്കുക. ഇതായിപ്പോൾ കറി റെഡിയായി. ഇതായിപ്പോൾ ഇനി ഫ്രൈ. ഇനി ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കും. നല്ല കളറുള്ള കറി. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ ഞണ്ട് കഴിക്കാൻ? എല്ലാവരും നല്ല വിശന്ന് നിൽക്കുമ്പോൾ തന്നെ ഞണ്ട് കറി വെച്ച് ഇവിടെയൊക്കെ ചീനി എന്നാണ് പറയുന്നത്. കൊല്ലം ജില്ലയിലെ ചീനി എന്ന് പറയും. നമ്മുടെ തമിഴ്നാട്ടിൽ ചെന്ന ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നാണ്. ഇവിടെ ചീനി എന്നാണ് കപ്പയ്ക്ക് പറയുന്നത്. അതെ, ഓക്കെ. നമ്മുടെ ഫ്രൈ ഏകദേശം ശരിയായി. നമ്മളിത് ഇറക്കിയ നല്ല മണമൊക്കെ ഉണ്ട്. സത്യം, മണം മാത്രമല്ല നല്ല വിശപ്പും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അപ്പം ഞണ്ട് ഫ്രൈ വെക്കേണ്ടത്. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത നമ്മളൊരു സാധനം വെക്കാൻ പോകുന്നു. ഇവിടെ മീനുകളുടെ ഒരു കൂമ്പാരം തന്നെ അടുക്കി വെച്ചിരിക്കുകയാണ് മീനുകൾ. ഇന്നെന്തായാലും ഞണ്ട് മാത്രമല്ല, അടുത്ത കൊഞ്ചെടുക്കുന്നു. നമുക്ക് അങ്ങ് പൊളിക്കാം. അപ്പോൾ ചേട്ടാ നമുക്ക് കൊഞ്ച് തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഞണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത കൊഞ്ചാണ്. ഞണ്ട് കഴിഞ്ഞ അടുത്ത കൊഞ്ച് ഫ്രൈ. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ തന്നെയാണോ? ഈ ആദ്യം വേവിച്ചെടുക്കണം കൊഞ്ച്. കൊഞ്ച് വേവെന്ന് പറഞ്ഞാൽ എണ്ണക്കകത്താണ് കൊഞ്ച് വേവുന്നത്.
എണ്ണക്കകത്ത് മൂപ്പിച്ചാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഫ്രൈ ആകും. അപ്പോൾ നമ്മൾ കൊഞ്ച് ഏകദേശം ഫ്രൈ ആയി വരട്ടെ അല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഗ്രേവി ശരിയാക്കാം. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഈ ഗ്രേവി ചെയ്യുന്നത്. ഫ്രൈക്ക് ഒരു ഗ്രേവി എപ്പോഴും അത്യാവശ്യമാണ്. കൊഞ്ചിൻ്റെ മണം അടിച്ചു തുടങ്ങി. കടുക് വറുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഓക്കെ. അടുത്ത വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി നമ്മൾ കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഉള്ളി ഇച്ചിരി ഇടും. മുളക് പൊടി ചേർക്കും. കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത്, ജീരകം ഇടുക. ഇനി മുളക് പൊടി ഇട്ട് ഇടും. മുളക് പൊടി ഇട്ട് കുറച്ച് ജീരകപ്പൊടി, ഉലുവ, ഉപ്പ്, പിന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പൊരിച്ചു വെച്ച കൊഞ്ചിനെ ഇങ്ങോട്ട് റെഡി ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഏകദേശം മിക്സായി കഴിഞ്ഞു. നല്ല കളർ, മൂത്ത് വരുമ്പോൾ ചുവപ്പ് കളറാകും. ഇതിനകത്ത് കിടന്ന് മൂക്കും അല്ലേ? ഇനി മൂക്കും. നന്നായിട്ടൊന്ന് മൂക്കും. ഇതിനകത്ത് മൂത്ത് ഉള്ളിയുടെ എല്ലാം ടേസ്റ്റ് പിടിക്കണം. പക്ഷെ മീനായതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും. എന്തായാലും ഏകദേശം നല്ലപോലെ വെന്ത് വന്നു. മൂത്ത് വന്നാൽ മതി. നടച്ചു വെച്ചാൽ ഒരു കാര്യം നടക്കണം. അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോഴത്തേക്കും നമ്മുടെ നോക്കണം. അപ്പോൾ എന്തായാലും ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കിനി മീൻ കറി വെക്കണം അല്ലേ? മീൻ കറി വെക്കാനുള്ള പരിപാടി. അപ്പോൾ അതും കൂടെ ഒന്ന് തുടങ്ങിക്കും. മീനോട് അതിൻ്റെ കൂടെ പെട്ടെന്ന് ശരിയാക്കാം. എന്തായാലും വളരെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്നൊരു മീൻ കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീനിയായിട്ട് കഴിക്കാം. East Salt and pepper. Bum 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 bum.